ഹലോ, ഇന്ന് ഇലക്ഷൻ ഡേ. വീട്ടിലെ കുറച്ച് പണികളൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് വോട്ട് ചെയ്യാൻ പോവാൻ. ഇവിടെ എല്ലാവരും രാവിലെ നേരത്തെ തന്നെ പോയി. വെയിലാകുമ്പോഴേക്കും വേഗം പോയി ചെയ്തു വരാമെന്ന് വെച്ച് പോയതാണ്. പക്ഷെ അവിടെ രാവിലെ തന്നെ നല്ല തിരക്കായിരുന്നു. 1 മണിക്കൂറോളം നിന്നിട്ടാണ് അവർ ചെയ്തു പോകുന്നത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളയപ്പം ചനക്കടലയാണ്. വെള്ളയപ്പത്തിൻ്റെ കൂടെ ഇവിടെ അധികം ചനക്കടല തന്നെയായിരിക്കും. അത് മക്കൾക്കും അതാണ് ഇഷ്ടം. ഞാൻ ചനക്കടല വയ്ക്കുമ്പം ആദ്യം കടല വേവിച്ച് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടിയിടാറാണ് ചെയ്യാറ്. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇതുപോലെ തിരക്കുള്ള ദിവസമൊക്കെ ഉള്ളിയും തക്കാളിയും ഒരുമിച്ച് കടലേൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുകയും ചെയ്യും. ഇതിപ്പോൾ ഇങ്ങനെ 2 രീതിയിൽ ഉണ്ടാക്കിയാലും ടേസ്റ്റൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് ഉണ്ടാവാറ്. വേണ്ട പൊടികളൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല ഇടും ഞാൻ കുറച്ച്. അങ്ങനെ ചിക്കൻ മസാലയും പിന്നെ കടലയൊക്കെ ഇട്ട് ഒന്നിച്ച് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 7-8 വിസിൽ വരുന്നവരെ ഞാൻ വേവിക്കാറുണ്ട്. കറി അടുപ്പത്ത് വെച്ച് പിന്നെ വെള്ളയപ്പം ചുടാൻ നിന്നു. ഞാൻ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ഒരു കഥ തന്നെയാണ്. ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്ന് പറയുന്ന പോലെ എനിക്ക് വെള്ളയപ്പം ഉണ്ടാക്കുമ്പം വളരെ അപൂർവമായിട്ടാണ് ശരിയായി കിട്ടാറ്. ചിലപ്പം തീരെ പതക്കില്ല, അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഹാർഡായിട്ട് നിൽക്കും, അല്ലെങ്കിൽ എല്ലാം ശരിയായിട്ടുണ്ടെങ്കിൽ പതച്ചുമൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുളി കൂടിപ്പോവും, വല്ലാതെ പുളി വരുന്നുണ്ട്. ഇന്നിപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപൂർവം ചില സമയങ്ങളിൽ ഇങ്ങനെ കിട്ടാറുള്ളൂ. അതിനിടയ്ക്ക് ചായയും വെച്ചു, കറിക്കുള്ള പരിപ്പും വേവിക്കാൻ വെച്ചു. ചനക്കടയിൽ ഞാൻ ഇടയ്ക്ക് തേങ്ങ അരയ്ക്കാറുണ്ട്, ഇടയ്ക്ക് തേങ്ങ അരയ്ക്കാറും വെക്കാറുണ്ട്. എനിക്ക് തേങ്ങ അരയ്ക്കാത്തതാണ് കുറച്ചുകൂടി ഇഷ്ടം. കുറച്ച് തേങ്ങയും കുറച്ച് കടലയും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ അരച്ചെടുത്തത്. കുറച്ച് കസൂരി മേത്തിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കറീൻ്റെ മുകളിൽ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഒരു വേറൊരു ടേസ്റ്റ് തന്നെയായിരിക്കും. ബാക്കി വന്ന വെള്ളയപ്പം മാവ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അത് വേണമെങ്കിൽ വൈകുന്നേരം ചൂടാം. പിന്നെ അരി കഴുകി അടുപ്പത്തിട്ടു. ഉച്ചയ്ക്കിന്ന് ചീരേൻ്റെ കറിയാണ്. ചീര ഞാൻ ആദ്യമായിട്ടാണ് കറി വയ്ക്കുന്നത്. എപ്പോഴും ഞാൻ ഉപ്പേരി വയ്ക്കാറാണുള്ളത്. ചീര വേവിച്ച് കഴിഞ്ഞ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം എനിക്കതിന് ചെറിയൊരു കയ്പ്പ് ഫീൽ ചെയ്തു. പിന്നെ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കി വന്നപ്പം ശരിയായി. അങ്ങനെ രാവിലത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോഴേക്കും അവർ വോട്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇനി എനിക്ക് രാവിലത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ പോകാൻ. ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പം അവിടെ തീരെ തിരക്കുണ്ടായിരുന്നില്ല. ദേ പോയി ദാ വന്നു എന്ന് പറയുന്ന പോലെ ഞാൻ വേഗം ചെയ്തു പോന്നു. എൻ്റെ മുന്നിൽ ഒരു 4-5 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബായ്.